ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് പ്രതിയുമായി നടൻ ശ്രീനാഥ് ഭാസി നടത്തിയ വാട്സാപ്പ് ചാറ്റിന്റെ വിവരങ്ങൾ ശേഖരിച്ച് എക്സൈസ് വകുപ്പ്. പ്രതി തസ്ലീമ സുൽത്താനയും ശ്രീനാഥ് ഭാസിയും ഡീൽ ഉറപ്പിച്ചത് വാട്സാപ്പ് വഴിയാണ്. സ്ഥിരമായി ഉപയോഗിക്കുന്ന നമ്പറിന് പകരം സുഹൃത്തിന്റെ പേരിലുള്ള സിം കാർഡാണ് ഇതിനായി ഉപയോഗിച്ചത്. ഈ സുഹൃത്തിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാക്കി. ശ്രീനാഥ് ഭാസി അടക്കം മലയാള സിനിമയിലെ 3 നടന്മാരുമായി ലഹരി ഇടപാടുണ്ടെന്നാണ് പ്രതി തസ്ലീമ സുൽത്താനയുടെ മൊഴി. തസ്ലീമയും ശ്രീനാഥ് ഭാസിയും ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് അയച്ച സന്ദേശങ്ങളും എക്സൈസിന് ലഭിച്ചു. തിരുവനന്തപുരം സ്വദേശിനിയായ പെൺസുഹൃത്തിന്റെ സിം കാർഡ് ഉപയോഗിച്ചാണ് ശ്രീനാഥ് ഭാസി തസ്ലീമയെ ബന്ധപ്പെട്ടത്. പെൺസുഹൃത്തിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്താനാണ് എക്സൈസിന്റെ തീരുമാനം. പെൺസുഹൃത്ത് മാസങ്ങൾക്ക് മുൻപ് വിദേശയാത്ര നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ഹൈബ്രിഡ് കഞ്ചാവ് ഇന്ത്യയിലെത്തിയത് ഇവർ വഴിയാണോ എന്നാണ് എക്സൈസിന്റെ സംശയം. ബാംഗ്ലൂരിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവുമായി എത്തിയ തസ്ലീമ എറണാകുളത്ത് തങ്ങിയത് 3 ദിവസമാണ്. ഈ 3 ദിവസവും ലഹരി ഇടപാട് നടന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. എറണാകുളത്ത് വെച്ച് ആർക്കൊക്കെ കഞ്ചാവ് കൈമാറിയെന്നും അന്വേഷിച്ചു വരികയാണ്. തസ്ലീമയുടെ മൊബൈൽ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധന ഫലം ലഭിച്ചാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരും. ഇതിനുശേഷമാകും ശ്രീനാഥ് ഭാസി അടക്കമുള്ള താരങ്ങളെ ചോദ്യം ചെയ്യുക. റിപ്പോർട്ടർ, ആലപ്പുഴ.